ഹായ് ഓൾ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീണ്ടും ഒരു പോയം തന്നെയാണ്. അതായത് നമ്മുടെ പേപ്പർ 1 പാർട്ട് 2 ഇംഗ്ലീഷിലെ ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ പോയം ലെസൺ 8 പോയം 3 ആണ്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പം ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഫാദർ ഗില്ലിഗൻ്റെ ഒരു ബാലഡാണ്. ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി പറയും, ഒരു പോയമാണ്, അതിൽ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ബാലഡ് എന്ന് പറയുന്നത്. അപ്പം ഫാദർ ഗില്ലിഗൻ്റെ ഒരു ബാലഡ്, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ പോയം എഴുതിയിരിക്കുന്നത് നമ്മുടെ പോയറ്റ് W.B. യേറ്റ്സ് ആണ്. W.B. യേറ്റ്സിൻ്റെ ഫുൾ ഫോം വില്യം ബട്ട്ലർ യേറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പോയറ്റിനെ കുറിച്ചിട്ട്. ആദ്യം എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നമ്മളൊരു പോയമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയറ്റിനെ കുറിച്ച് ഏതും ഇതാണെങ്കിലും ഓതർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ബാക്കി ആ പോയത്തിൻ്റെ സമ്മറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പം ആദ്യം നമ്മുടെ പോയറ്റായ W.B. യേറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. W.B. Yeats was born near Dublin in 1865. He was educated in London but returned to Ireland in 1880 and soon began his literary career. As an ardent follower of Irish national movement, he did much to assist in the creation of a national theatre. In 1923, he was awarded the Nobel Prize for Literature. Yeats was an accomplished poet. His poetic art and his mastery of language and rhythm grew steadily throughout his career. Yeats is regarded as one of the chief exponents of the symbolist movement in English. നമ്മുടെ പോയറ്റ് ഡബ്ലിനിൽ 1865 ജനിച്ചത്. ലണ്ടനിലായിരുന്നു അദ്ദേഹം പഠിച്ചതെല്ലാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 1880 ആയപ്പോൾ തിരിച്ച് അയർലൻഡിലേക്ക് തിരിച്ചു വന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയറിൽ തുടക്കം കുറിച്ചു അദ്ദേഹം. അതേപോലെ തന്നെ ഐറിഷ് നാഷണൽ മൂവ്മെൻ്റ് ഒരു ഭയങ്കര ഫോളോവർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരുപാട് നാഷണൽ തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രിയേഷൻസൊക്കെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1923 അദ്ദേഹം നോബൽ പ്രൈസ്, ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. നമ്മുടെ പോയം സമ്മറി നോക്കാം. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് ആൻ ഐറിഷ് പോയം ബൈ യേറ്റ്സ്. അപ്പോൾ ഒരു ഐറിഷ് പോയമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ടെൽസ് എ പ്ലെയിൻ സ്റ്റോറി ബ്യൂട്ടിഫുള്ളി ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ ടച്ച് ഇൻ ദ പോയം ആഡ്സ് മച്ച് മോർ അപ്പീൽ ടു ദ പോയം. അപ്പോൾ ഒരു പ്ലെയിൻ സ്റ്റോറിയാണ്, ഭംഗിയായിട്ടൊരു സാധാരണ ഒരു പ്ലെയിൻ സ്റ്റോറിയാണ് പറയുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ ടച്ച് ആ ഒരു പോയത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയത്തിനെ ഒന്നും കൂടെ ഉയർത്തി കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു അപ്പീൽ ചെയ്യാനായിട്ട് ആ ഒരു സൂപ്പർ നാച്ചുറൽ ടച്ച് കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ, അതായത് സം പവേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതായത് എന്താ പറയുക, അമാനുഷികമായ എന്നെല്ലാം പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. Father Gilligan was a parish priest. He loved his fellow men and dedicated his life for the welfare of others. അപ്പം അദ്ദേഹം ഒരു പാരിഷ് പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതനായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ അദ്ദേഹത്തിന് ഭയങ്കരമായി ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനായിട്ട്, സഹായങ്ങൾ ചെയ്യാൻ, വെൽഫെയർ ചെയ്യാനൊക്കെ ആയിട്ടായിരുന്നു അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. ഇൻ ഫാക്ട് ഹി ഡിവോട്ടഡ് ഹിസ് ലൈഫ് ഇൻ ദ സർവീസ് ഓഫ് ഹിസ് പാരിഷ്നേഴ്സ്. അപ്പം നമ്മുടെ ഫാദർ പാരിഷ്നേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. പാരിഷ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവകയിലെ അംഗങ്ങൾ എന്നാണ് അർത്ഥം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സമർപ്പിച്ചിരിക്കുന്നത്. വൺസ് ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഹിസ് പാരിഷ് വർ സ്റ്റക്ക് വിത്ത് എ സ്ട്രേഞ്ച് ഡിസീസ്. അങ്ങനെ ഒരിക്കൽ അവരുടെ ഇടവകയിലുള്ള ആളുകൾക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു അസുഖം വന്നു. No one could understand the nature of the disease and no medicine could treat the disease. ആർക്കും അതെന്ത് അസുഖമാണെന്നോ അല്ലെങ്കിൽ അതിനുള്ള മരുന്നോ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ഫാദർ ഗില്ലിഗൻ ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു സേവ് ദ ലൈവ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഹിസ് പാരിഷ്. അപ്പോൾ അവിടെ ആ ഇടവകയിലുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഫാദർ ഒരുപാട് ശ്രമിച്ചു. ബട്ട് ഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഹിസ് പാരിഷ് ഡൈഡ് ഓഫ് ഇറ്റ് ആൻഡ് ദ അതേഴ്സ് വേർ അറ്റ് ദ ഡോസ് ഓഫ് ഡെത്ത്. അങ്ങനെ പകുതിയോളം ആളുകൾ, അവിടെയുള്ള ആളുകൾ മരിച്ചു, പകുതിയോളം ബാക്കിയുള്ളവർ
മരണത്തിൻ്റെ വക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. It was a terrible time for Gilligan. He had to nurse the sick, conduct the funerals and pray for the soul ഓഫ് ദ ഡൈയിങ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിന് വയ്യാതെ വന്നിരിക്കുന്നവരെ ശുശ്രൂഷിക്കണം, അതേപോലെ തന്നെ ഫ്യൂണറൽസിന് അറ്റൻഡ് ചെയ്യണം, അത് ചെയ്യണം, പിന്നെന്താ മരിക്കാനായിട്ട് അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രേ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഇറ്റ് വാസ് സച്ച് എ പെയിൻഫുൾ ജോബ് because he was bleeding in his heart for the suffering fellow human beings. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര പെയിൻഫുൾ ജോബാണല്ലേ. അതായത് നമുക്ക് വേണ്ടപ്പെട്ടവർ മരിക്കാൻ കിടക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുക, അവരെ ശുശ്രൂഷിക്കുമ്പോഴും ഇന്ന് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മരിക്കും എന്നുള്ളൊരു ചിന്ത വരുമ്പോഴൊക്കെ എന്തോരം പെയിൻഫുൾ ആയിരിക്കും അല്ലേ. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബ്ലീഡ് ആവണമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും സങ്കടമാണ് അതിന് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. One evening, Father Gilligan was sitting on his chair, utterly exhausted by the heavy call of duty. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു ഈവനിങ്ങിൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത്രയും ഹെവി ഡ്യൂട്ടി കാരണം എക്സോസ്റ്റ് ആയി എന്നാണ് പറയുന്നത്. അത്രയും വയ്യാണ്ടായിട്ട് ഇരിക്കുകയായിരുന്നു. ഹി വാസ് മെൻ്റലി and physically weak. Just then there was call of a poor man in his deathbed who was in need of the service of the father. അദ്ദേഹം മെൻ്റലി ഫിസിക്കലി ഒക്കെ വീക്കായിരുന്നു. അപ്പോഴായിരുന്നു എന്താണ് ഒരു പുവർ മാൻ അദ്ദേഹത്തിൻ്റെ അതായത് ആ മരണക്കിടക്കയിൽ നിന്ന് അദ്ദേഹം വിളിക്കുന്നതായി കേട്ടത്. ഫാദറിൻ്റെ സർവീസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ദ ഫാദർ ബിക്കെയിം വെരി സാഡ് അറ്റ് ദ ട്രാജിക് ഹാപ്പനിങ് ഓഫ് ഹിസ് പാരിഷ്. അപ്പം ഇത്രയും ട്രാജിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾക്ക് നടക്കുന്നത് ഇടവകയിലുള്ള ആളുകൾക്ക് നടക്കുന്നത് കണ്ടിട്ട് വളരെ സങ്കടത്തോടു കൂടെയാണ് അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നത്. ഫാദർ ഗെല്ലിഗൻ കംപ്ലെയിൻ ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് റെസ്റ്റ്, ജോയ് ആൻഡ് പീസ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമാധാനവും ആ ഒരു റെസ്റ്റും ജോയും സന്തോഷവും എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. ഹീ ഫോർ എ മൊമെൻറ്റ് തോട്ട് ഓഫ് സ്കിപ്പിംഗ് ദ കോൾ. അപ്പം ആ സമയത്ത് വിചാരിച്ചു ആ കോള് സ്കിപ്പ് ചെയ്യാം എന്നുള്ളത് ആ ഒരു സമയത്ത് ചിന്തിച്ചു. ഇങ്ങനെ വിളിക്കുകയാണല്ലോ, അപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്രയും ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ ആ കോളൊന്ന് സ്കിപ്പ് ചെയ്യാം, വേണ്ട എനിക്ക് അത്രയും വയ്യ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നത്. ബട്ട് സൂൺ ഹി ബെഗ്ഡ് ഗോഡ് ടു ഫോർഗീവ് ഹിം ആസ് ഹി റിയലൈസ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്താ ചെയ്തത്, പെട്ടെന്ന് റിയലൈസ് ചെയ്തു ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ദൈവത്തോട് അദ്ദേഹം എന്താ ചെയ്തത്, സോറി പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്. Though his body had become weak, his spirit was ever willing to serve the poor. അദ്ദേഹത്തിൻ്റെ ശരീരം വീക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് എന്താണ് പാവങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്. While he was thus pleading with God, he fell asleep without his knowledge due to heavy work and sleeplessness. അദ്ദേഹം പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്ഷീണം കാരണം അദ്ദേഹം എന്തായി ഉറങ്ങിപ്പോയിരുന്നു. When he woke up the next morning, he was reminded of the call of the dying poor man. പിന്നെ പിറ്റേ ദിവസം എണീച്ചപ്പോഴാണ് ഒരു കോൾ വന്നത് ഓർമ്മയിലുണ്ടായിരുന്നത്, ആ ഒരു പാവപ്പെട്ട ഒരു ആളുടെ ഇങ്ങനെ പ്രയർ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഹി ഫെൽറ്റ് അഷെയിംഡ് അറ്റ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹം വളരെ അഷെയിംഡ് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുച്ഛം തോന്നിയിരുന്നു അദ്ദേഹത്തിനോട് തന്നെ, കാരണം പോകാൻ പറ്റിയില്ലല്ലോ. He at once mounted on his horse and rode by a rocky lane and continued without stopping for a breath. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് കയറി കല്ലുള്ള വഴിയിലൂടെ ഒരുപാട് സ്പീഡിൽ തന്നെ അദ്ദേഹം അതായത് ശ്വാസം പോലും നിൽക്കുന്ന രീതിക്ക് കുതിരയുമായിട്ട് പായുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി വാസ് ഡിറ്റർമിൻഡ് ടു റീച്ച് ദ സിക്ക് മാൻ ആൻഡ് ടു ഡു ദ സർവീസ്. അതായത് ആ വയ്യാതെ കിടക്കുന്ന ആളിനെ എന്തായാലും ശുശ്രൂഷിക്കണം, അയാൾക്ക് ആ സർവീസ് കൊടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനോട് കൂടെ തന്നെയാണ് അദ്ദേഹം അത്രയും ഇതിൽ പോയത്. When he reached the house, the sick man's wife opened the door for him, was surprised to see him again. അങ്ങനെ ആ ഒരു അവിടെ എത്തി, വീടിൻ്റെ വാതിൽ ആ ഒരു വയ്യാതെ എടുക്കുന്ന ആളുടെ ഭാര്യയാണ് തുറന്നത്. അപ്പം എന്താണ് ആ ഫാദറിനെ വീണ്ടും കണ്ടതിൽ സർപ്രൈസ്ഡ് ആയി എന്നാണ് പറയുന്നത്. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഡൈഡ് മെറിലി ആൻഡ് പീസ്ഫുള്ളി ആൻഡ് അവർ ആഫ്റ്റർ ഹി ഹാഡ് ലെഫ്റ്റ്. She was very thankful to Father Gilligan for helping her husband to die comfortably and happily by this wonderful service and prayers.
ഈ ഒരു പാര വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ, അതെങ്ങനെയാണ് വീണ്ടും കണ്ടതിൽ സന്തോഷം, അദ്ദേഹം അവിടെ എത്തിയിരുന്നല്ലോ അല്ലേ. അപ്പം ആ വയ്യാതെ കിടക്കുന്ന ആളുടെ ഭാര്യ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയുമാണ് നിങ്ങൾ പോയി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പം ആ ഭാര്യ താങ്ക്ഫുള്ളാണ്, അത് മീൻസ് താങ്ക്സ് പറയുകയാണ് ഫാദർ ഗില്ലിഗനോട്, അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്തതിന്, നല്ല രീതിക്ക് മരിച്ചതിന് അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. അപ്പം ഫാദർ ഗില്ലിഗൻ ഹാഡ് അറ്റ് വൺസ് അണ്ടർസ്റ്റുഡ് ദ ഹാൻഡ് ഓഫ് ഗോഡ് ഇൻ ദിസ് എപ്പിസോഡ്. അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൈകൾ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്ന്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ ടയേർഡായിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോവുകയാണല്ലേ ചെയ്തത്. പിന്നെയാണ് ഗിൽറ്റി ഫീലൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പിന്നെ വീണ്ടും അങ്ങോട്ട് ശുശ്രൂഷിക്കാൻ പോവുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം എത്തിയില്ലെങ്കിലും ദൈവം ഒരു കൈ അവിടെ പ്രവർത്തിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഹി knelt at once and thanked God for having sent one of his great angels as Father Gilligan, a poor priest who lay asleep on the chair. അതായത് മുട്ടുകുത്തി നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അതായത് അദ്ദേഹത്തിന് ഒരു ഗോഡിൻ്റെ ഒരു നല്ലൊരു ഗ്രേറ്റ് ഏഞ്ചലിനെ ഫാദർ ഗില്ലിഗൻ ആയിട്ട് ആ ഒരു വീട്ടിലേക്ക് അയച്ചത്. അതായത് ഗില്ലിഗൻ എന്ന് പറഞ്ഞാൽ ഒരു പൂവർ പ്രീസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത്. ആ ഒരു ചെയറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം ഫാദറിന് പകരം ഒരു ഏഞ്ചലിൻ ദൈവം അങ്ങോട്ടേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. ദസ് ദ സ്റ്റോറി ടെൽസ് us that God always loves those who tire and bleed for the sake of their fellow man. അതായത് ഈ ഒരു സ്റ്റോറി എന്താ പറയുന്നത്, ദൈവം എപ്പോഴും സ്നേഹിക്കും. ആരെയാണ് സ്നേഹിക്കുക? നമ്മുടെ ഫെല്ലോ മെന്നിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ദൈവം എപ്പോഴും അവരിൽ സ്നേഹം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം നല്ലൊരു സ്റ്റോറിയാണ് അല്ലേ. സോ അപ്പം ഈ ഒരു സ്റ്റോറി, ഇത് ജസ്റ്റ് ചെറിയൊരു സമ്മറിയാണ്. നിങ്ങൾ ആ പോയം ഒന്നുകൂടെ നോക്കി ഗൂഗിളിൽ ഒന്നുകൂടെ സെർച്ച് ചെയ്ത് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.